2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇങ്ങനെ ഒരു സമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ നിർണായകമായ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരുന്നതും ഈ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ വാർത്തയിൽ ഉടനീളം ഈ കേരളം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അത് ഈ ദിലീപ് രാഹുലൻ എന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ സ്വാധീനിക്കാൻ പണം നൽകുക, ഇതാണ് ദിലീപ് രാഹുലിന്റെ രീതി എന്നാണ് ഇഡിയിൽ നിന്നും നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ബിനിലാണ് ഈ വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഈ ഒരു പേര് ദിലീപ് രാഹുലൻ എന്നുള്ള പേര് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ദിലീപ് രാഹുലൻ എന്നുള്ള കാര്യം ഇഡിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഈ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇയാൾക്ക് സ്വാധീനം, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടെ സ്വാധീനിക്കാൻ പാകത്തിന് എങ്ങനെയാണ് ഇയാൾ ഈ ഇടയിൽ വരുന്നത്? പൂജ, ഈ ദിലീപ് രാഹുൽ എന്നത് ഒരു NRI ബിസിനസ്മാനാണ്. ഇപ്പോൾ രാജ്യത്തിന് പുറത്ത് നല്ല രീതിയിൽ ബിസിനസ്സുകളൊക്കെ നടത്തിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഈ 2000-ന്റെ തുടക്കത്തിൽ, അതോടൊപ്പം തന്നെ 90-കളുടെ അവസാനവുമാണ് ഈ ലാവ്ലിൻ ഇടപാടുകൾ വരുന്നത്. അന്ന് പന്നിയാർ, ചെങ്കുളം, പള്ളിവാസല പദ്ധതികളുടെ, ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുമ്പോൾ ഈ SNC ലാവ്ലിൻ കേരളത്തിലെത്തി. കേരളത്തിലെ സർക്കാരുമായും KSEBയുമൊക്കെയായി ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുകയും അതിന്റെ കരാറുകൾ അവർക്ക് നേടിയെടുക്കുന്നതിലുമൊക്കെ തന്നെ കേരള സർക്കാരും KSEBയ്ക്കും അതോടൊപ്പം തന്നെ SNC ലാവ്ലിനും ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ദിലീപ് രാഹുൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരുകൾ നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയിരുന്നത്. അതായത് ഈ 2006-ൽ ഈ CBI അന്വേഷണം തുടങ്ങുമ്പോൾ മുതൽ ആ ചിത്രത്തിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് ദിലീപ് രാഹുൽ എന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് ആ നിയമത്തിന്റെ വഴിയിൽ ഒരിടത്തും ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം അതിന്റെ ഭാഗമായി വന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. എന്തായാലും ഈ ദിലീപ് രാഹുലിന് ഇതിലുള്ള ബന്ധം, SNC ലാവ്ലിനുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ദിലീപ് രാഹുലിന് KSEBയും കേരള സർക്കാരുമായി ഈ കമ്പനി, വിദേശ കമ്പനിയെ ബന്ധിപ്പിക്കില്ലെന്നുള്ള ആ ഇടപാടുകൾ, അതെല്ലാമാണ് ഒരു ഘട്ടത്തിൽ CBI അടക്കം വിശദമായി തന്നെ അന്വേഷിച്ചത്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് മറ്റു ചില കണ്ടെത്തലുകളിലേക്ക് പിന്നീട് പോയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ആരുടെ മൊഴിയാണ് ഈ ദിലീപ് രാഹുലിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത്തരത്തിലൊരു മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് സമൻസ് അയച്ചത്, 2023-ൽ സമൻസ് അയച്ചത് എന്നതാണ് ED പറയുന്നത്. എങ്കിൽ അസാധാരണമാം വിധം ആ ED സമൻസ് എങ്ങോട്ട് പോയി, എവിടെ ആവിയായി പോയി എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വ്യക്തികൾക്ക് സമൻസ് അയച്ചാൽ ആ സമൻസ് അയക്കുന്നവർ ഹാജരായില്ലെങ്കിൽ അവർ തുടർന്ന് സമൻസുകൾ അയക്കുകയും ആ വ്യക്തിയെ വാറണ്ട് അയച്ച് ആ ഏജൻസിക്ക് മുന്നിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. സമീപകാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും അതിന് തടയിടുകയും ചെയ്തത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഉദാഹരണമാണ്. ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് സമൻസ് അയച്ചപ്പോൾ അദ്ദേഹം ആ സമൻസിന് ഹാജരാകാതെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ആ സമൻസിന് സ്റ്റേ വാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ പല സംഭവങ്ങളും നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ എന്തുകൊണ്ട് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ സമൻസുമായി മുന്നോട്ട് പോയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. അതോടൊപ്പം തന്നെ ഈ ദിലീപ് രാഹുലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു. കാരണം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മൊഴികൾ വരുമ്പോൾ ദിലീപ് രാഹുലിനോട് കൂടി ചോദിക്കുമ്പോഴാണ് ഇതിലൊരു വ്യക്തത വരുന്നത്. അപ്പോൾ ആ നടപടികളിലേക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടോ, അതോ പലതും ഇല്ലാതായി പോയോ എന്നുള്ള പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ദിലീപ് രാഹുലൻ ഇതിനിടയിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അയാൾ പ്രവർത്തിച്ചത്, അതും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ആൾക്കാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, മറ്റുദ്യോഗസ്ഥർ, ഇവർക്കിടയിലേക്കൊക്കെ സ്വാധീനം ചെലുത്താൻ പാകത്തിനുള്ള നടപടികൾ ഓരോന്നും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അന്വേഷിച്ചറിയേണ്ടതായിരുന്നു. പക്ഷേ പകുതി വഴിക്ക് ഇല്ലാതായി പോകുന്നു. 2023 മുതൽ ഇതിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണെങ്കിലും ഒരു സമൻസു എന്നുള്ള വിവരം തന്നപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബിനിലും രാഗിനുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്.